ഭയങ്കര വെയിലാണ്. അപ്പോൾ അതേ ഒരു അടിപൊളി ട്രിക്ക് കാണിച്ചു തരാം. ഇതൊരു കൂളിംഗ് ഗ്ലാസ് ആണ്. ഇതൊരു സാധാ ബനിയനാണ്. ഈ ബനിയൻ നമ്മളിതിങ്ങനെ പിടിച്ചു. അതിനുശേഷം ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കാൻ പോവാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 11 to 3 വരെയുള്ള വെയിൽ കൊള്ളാതിരിക്കുക. പക്ഷേ ചിലർക്കൊക്കെ ആ ജോലി ചെയ്തേ പറ്റൂ. കൂലിപ്പണിക്കാർ സാധാരണക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ജോലി ചെയ്തേ പറ്റൂ. പെയിൻ്റ് അടിക്കാർ, അവർക്കൊക്കെ പറ്റിയൊരു ട്രിക്കാണ്. ഇത് ബനിയൻ ഇങ്ങനെ എടുത്തു, കണ്ണിങ്ങനെ അടച്ചു. അതിനുശേഷം ഈ കൈ വരുന്ന ഭാഗം നമ്മളിങ്ങനെ കെട്ടി, ബാക്കിൽ ഇതുപോലെ നല്ല 2 ടൈറ്റായിട്ട് 2 കെട്ട് കെട്ടി ടൈറ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബനിയൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പിരിപിരിയായിട്ട് എടുക്കുക. ഇത് എടുത്ത് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ആ തലയുടെ ആ ഒരു ഗ്യാപ്പ് കിട്ടും. ഗ്യാപ്പ് കിട്ടി. അത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചു. ഇനി ചെയ്യേണ്ടത് ഈ ബാക്ക് ഭാഗമില്ലേ, ഇതിങ്ങനെ ഉള്ളിലോട്ട് കയറ്റി, അതിവിടെ ഉള്ളിലോട്ട് കയറ്റി ഇത് സിബ്ബം കിട്ടും. അടിപൊളിയായി കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കണ്ണിൻ്റെ ഭാഗത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇതുപോലത്തെ സൺഗ്ലാസ് കിട്ടും. അത് ചെറിയ റേറ്റിന് ഇത് ഇതുപോലത്തെ സൺഗ്ലാസ് കിട്ടും. അത് മേടിച്ച് ഇങ്ങനെ വെക്കുക. ഇനി നമുക്കിത് സുഖമായിട്ട് സാധാരണക്കാർക്കൊക്കെ പണിക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകാൻ പറ്റും, വെയിൽ കൊള്ളേണ്ടവർക്ക് കണ്ടോ. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയഞ്ഞ വസ്ത്രം ധരിക്കുക, കറുത്ത വസ്ത്രം ധരിക്കാതിരിക്കുക. ഇപ്പോൾ കയ്യിലൊക്കെ വെയിൽ കൊള്ളുന്നുണ്ട്, ആ സമയത്ത് എന്ത് ചെയ്യുക, കറുത്ത വസ്ത്രം ധരിക്കാതിരിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെയുള്ള കാര്യമാണ് കുട്ടികളെയൊന്നും കാറിനകത്ത് വെയിലത്തൊക്കെ പാർക്ക് ചെയ്തിട്ട് കുട്ടികളെ കാറിനകത്ത് വെച്ചിട്ട് പുറത്ത് പോകാതിരിക്കുക. മറ്റൊരു കാര്യമാണ് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. തണ്ണിമത്തൻ, മുസമ്പി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുള്ള വെള്ളം അടങ്ങിയ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് വെയിലുള്ള സമയത്ത് വേണ്ടത്. പിന്നെ കുളിക്കുക, 2 നേരം കുളിക്കുക. കുളിക്കുമ്പോൾ സോപ്പ് കൂടേണ്ട എണ്ണയും വേണ്ട, സാധാരണ വെള്ളത്തിൽ കുളിക്കുക.